ശാസ്താംകോട്ട തടാകത്തിലെ ടൂറിസ്റ്റ് നൗകയുടെ സാരഥിയാണ് കോശിച്ചായൻ. അതെ. കഴിഞ്ഞ 15 വർഷമായി കോശിച്ചായൻ ശാസ്താംകോട്ട തടാകവുമായി ബന്ധപ്പെട്ട് ജീവിതവൃത്തി നടത്തിവരുന്നു. ശാസ്താംകോട്ട ശാസ്താക്ഷേത്രത്തിനെ കുറിച്ച് കോശിച്ചായന് വ്യക്തിപരമായ അനുഭവങ്ങളുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ഈ അമ്പലവുമായി എനിക്കുണ്ട്. കാരണം ഇതിന് തീരത്ത് ജനിച്ച ആളാണ് ഞാൻ. എന്താണ് ഈ വ്യക്തിപരമായ അനുഭവം എന്ന് പറയുന്നത്? അനുഭവം എന്ന് പറയുന്നത് അദ്ദേഹം വളരെ ജനങ്ങളെ വളരെ സ്നേഹിക്കുന്നയാളാണ്. ഈ ഭഗവാൻ ശാസ്താംകോട്ട. ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിലും രാവിലെയും വൈകിട്ടും ഞാൻ പോയി അമ്പലത്തിൽ അദ്ദേഹത്തെ കണ്ട് തൊഴുതിട്ടേ ഇത് ഓപ്പൺ ചെയ്തുള്ളൂ. എൻ്റെ ടൂറിസ്റ്റ് നൗക ഓപ്പൺ ചെയ്യുന്നതിന് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടിയാണ് ഞാൻ നടത്തി വരുന്നത്. എന്താണ് ഈ അമ്പലവുമായി ബന്ധപ്പെടാനുണ്ടായ കാര്യം, ഈ കായലിലെ ഈ നൗകയായിട്ട് പോകുമ്പോൾ പല അപകടങ്ങളെ നേരിടേണ്ട കാലാവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപകടങ്ങളെ നേരിടാനായി. കാരണം ഭയങ്കരമായ കാറ്റുണ്ടാകുന്നുണ്ട്. അപകടങ്ങൾ കൂടുതൽ ആളിനെ കയറ്റി പോകുന്ന സമയത്ത് അപകടങ്ങൾ ഉണ്ടാകാൻ ഉള്ള ഒരുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നെല്ലാം ഭഗവാനാണ് എൻ്റെ കാവൽ. അങ്ങനെ ഒരു അനുഭവം എനിക്ക് വളരെയേറെ അടുത്തുണ്ട്. മാത്രമല്ല ഞാൻ പലർക്കു വേണ്ടി നിർദ്ദേശം കൊടുക്കുന്ന ഒരാളും കൂടെ. എന്തെങ്കിലും ഒരു പ്രത്യേക അനുഭവം സംഭവം പറയാനുണ്ട്. 1982 ശാസ്താംകോട്ട ശുദ്ധേര തടാകത്തിൽ കടത്തുവെള്ളം മറിയുന്ന സമയത്ത് ഞാൻ രക്ഷിക്കാൻ പോയ കൂട്ടത്തിലുള്ള ഈ കൂട്ടത്തിൽ എനിക്കും അപായം സംഭവിക്കാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ ഭഗവാനെ വിളിച്ചു. എന്നെ രക്ഷിക്കുകയും ആപത്തിൽ നിന്ന് രക്ഷിക്കുകയും നിയമത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത ആളാണ് ഈ ഭഗവാൻ. അന്ന് മുതലേ എനിക്ക് അന്നുണ്ടായതിൽ അതിന് മുമ്പുണ്ടായതിനേക്കാളും കൂടുതൽ അനുഭവവും വിശ്വാസവും എനിക്ക് ശാസ്താംകോട്ട അമ്പലവുമായിട്ടുണ്ടായി. ഈ ശാസ്താംകോട്ട ക്ഷേത്രത്തിലേക്ക് കോശിച്ചായൻ എന്തെങ്കിലും വഴിപാടോ നേർച്ചയോ എന്തെങ്കിലും നടത്താറുണ്ടോ? ഉണ്ട്. കായൽ വിളക്കാണ് ഉത്സവത്തിൻ്റെ പീരീഡിൽ കൊടിയേറുന്ന സമയത്ത് എൻ്റെ വകയായിട്ടൊരു കായൽ വിളക്ക് നിരത്തുക ഒരു നേർച്ചയായിട്ട് ഞാൻ നടത്തിക്കൊണ്ട്. അതൊന്ന് വിശദീകരിക്കാം. എന്താണ് ഈ കായൽ വിളക്ക്? കായൽ വിളക്കെന്ന് പറയുന്നത് ചിരട്ടയ്ക്കകത്ത് എണ്ണയ്ക്കകത്തിട്ട കിഴി കത്തിച്ച് ചട്ടയ്ക്കകത്ത് വെച്ചിട്ട് അങ്ങ് ഒഴിക്കുക. അങ്ങനെ ഒരു 300 തേങ്ങയുടെ ചിരട്ടയാകുമ്പോൾ 600 ചിരട്ടയുടെ ദീപമാണ് പോകുന്നത്. അത് വളരെ മനോഹരമാണ്. കരയ്ക്കൊക്കെ ഒരുപാട് ആളുകൾ വന്ന് കാണാൻ നിൽക്കും. എൻ്റെ നേർച്ചയാണ്. പിന്നെ വഴിപാട് നടത്തും ഞാൻ. വഴിപാടാണ് പുള്ളിക്ക് ഇഷ്ടം. അത് ഒരു 2-3 മാസം കൂടുമ്പോൾ ഒരു വഴിപാട്. ഞാൻ പാവപ്പെട്ട ഒരാളല്ലേ, അപ്പോൾ കൂടുതൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് വഞ്ചിയിലൊന്നും ഇടാറില്ല. പിന്നെ ഈ നേർച്ച മരിക്കുന്നത് വരെ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇപ്പം.